ഹലോ, ഇന്നത്തെ റെസിപ്പി മുട്ട വെച്ചിട്ടുള്ള ഒരു സ്പൈസി സ്നാക്കാണ്. ഇഫ്താറിൻ്റെ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ഈസിയാണ്, സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ മുട്ട വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്കൊരു 4 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കണം. 4 മുട്ട വെച്ചിട്ടാട്ടോ ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ മുട്ട ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കാം, അധികം വേണ്ട. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. മുട്ട നന്നായിട്ടൊന്ന് പതഞ്ഞ് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് മിക്സി അടച്ച് വെച്ചിട്ട് അടിച്ചെടുക്കാം. മുട്ട ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ സോസ് പാനിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് സോസ് പാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ആവി പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി, സ്റ്റീം ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് സോസ് പാനിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. സോസ് പാനിൽ വേവിച്ചെടുക്കുമ്പോൾ താഴെ ഒരു തട്ട് മസ്റ്റായിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് അടുക്കി പിടിക്കും. ഞാനിപ്പോൾ ഒരു പഴയ ഒരു ഫ്രൈ പാനാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു അലുമിനിയം പാത്രത്തിൻ്റെ മൂടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. താഴ്ഭാഗത്ത് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ച് വെച്ച മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. സോസ് പാൻ നല്ല ചൂടാകുന്ന സമയത്ത് ഇത് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേവിക്കാം കേട്ടോ, തീ കൂട്ടരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ മുട്ട വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഈ ഒരു മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ മുട്ട കുക്കായിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളിത് പാനിൽ നിന്ന് പുറത്തെടുക്കാൻ നിൽക്കണ്ട, നന്നായിട്ട് ചൂട് പോയതിന് ശേഷം നമുക്ക് പുറത്തെടുക്കാം കേട്ടോ. കണ്ടില്ല, ഈ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ചൂട് പോട്ടെ, എന്നിട്ട് നമുക്ക് പുറത്തെടുക്കാം. നമ്മുടെ മുട്ട വേവിച്ചത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് താഴ്ഭാഗം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇത് പാനിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ശരിക്കും ഒരു പോള പോലെയാണുള്ളത്, നല്ലോണം പൊങ്ങിയിട്ടൊന്നുമില്ല, തിക്നെസ് കുറവാണ്, പക്ഷെ ഒരു മുട്ടപ്പോള പോലെയാണുള്ളത്, ഉപ്പുള്ള മുട്ടപ്പോള. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്നത് ഞാനിതുപോലെ കട്ട് ചെയ്ത് കുറച്ച് തിക്നെസ്സോടെ, അതായത് നല്ല ഫിംഗറായിട്ടില്ല, ഈ ഒരു തിക്നെസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെയും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ തിക്നെസ്. പിന്നെ താഴ്ഭാഗം കരിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ, ഇതാ കുരുമുളക് താഴെ വന്ന് കിടന്നതാണ്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി ഇത് കോട്ട് ചെയ്യാനുള്ള മാവാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ കോട്ടിങ്ങിന് ഉപ്പ് വേണമല്ലോ, ഓൾറെഡി നമ്മൾ മുട്ടയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇത്രയേ ഉള്ളൂ പൊടികൾ. നമുക്കിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർക്കണ്ട, നല്ല കട്ടിയിലാണ് നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടത്, വെള്ളം പോലെ ആവരുത്. അപ്പോൾ നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ മുട്ട കവർ ചെയ്യാനുള്ള മുളകിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് അത് പുരട്ടി വെക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. മുളകൊക്കെ പുരട്ടിയിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കുക, അതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഡെക്കറേറ്റ് ചെയ്യാൻ, അപ്പോൾ അതെടുത്ത് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മുളകിൻ്റെ മസാലയില്ലേ, അതിലേക്ക് ഈ മുട്ടയുടെ കഷ്ണങ്ങൾ മുക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയത്തിൽ വെക്കണം കേട്ടോ.
എല്ലാം ഇതുപോലെ നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടിത്തെറിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ, മുട്ട ഓൾറെഡി കുക്കായതല്ലേ. പിന്നെ ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് ഇട്ട് കൊടുക്കുക, നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ. ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നല്ല സ്പൈസി ആയിട്ടുള്ള സ്നാക്കായിരിക്കും കേട്ടോ ഇത്. നല്ല മുളകൊക്കെ ചേർത്തുകൊണ്ട് നല്ല എരിവുണ്ടാവും. കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്താൽ മതി. അപ്പോൾ രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് ഇവിടുന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ മുട്ട വെച്ചിട്ടുള്ള ഫിംഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം ഓയിലൊന്നും പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുമല്ല നമുക്ക് അധികം പണിയൊന്നുമില്ലല്ലോ, ആ ഒരു പോൾ ഉണ്ടാക്കിയെടുക്കുക, പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട പണിയല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്